നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സേഫ് ആണോ? ഇത് സേഫ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? നമ്മൾ എങ്ങനെയാണ് സേഫ് ആക്കി വെക്കേണ്ടത്? പലപ്പോഴായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം, നമ്മൾ സേഫ് ആയിട്ട് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട വിഷയങ്ങൾ എന്ന് തുടങ്ങിയിട്ട് പല കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ ചാനൽ സേഫ് ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണം. ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയോ? ചേഞ്ച് ചെയ്തിട്ട് ആക്സസ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യാമെന്നും ചെയ്തിട്ട് സേഫ് ആക്കേണ്ട വിഷയവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തോടു കൂടി നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിലും നേരത്തെ നന്നായിട്ട് കണ്ടന്റ് ചെയ്ത് നല്ല റീച്ചുള്ള ആളാണെങ്കിലും എല്ലാവർക്കും ധൈര്യമായിട്ടിരിക്കാം, നിങ്ങളുടെ ചാനൽ സേഫ് ആയിരിക്കുമെന്ന് ഉറപ്പിച്ചോളൂ. അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പലപ്പോഴായിട്ട് നമ്മൾ ആളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും മെസ്സേജ് ചെയ്യുന്നവരെ മനസ്സിലാവുന്നത് നോർമലി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് വരുന്ന ഇമെയിൽ ഐ ഡിയിൽ നന്നായിട്ട് ഒരു ചാനൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചാനൽ കണ്ടു, അത് നേരെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ ഒരു ത്രില്ല് മനസ്സിലാവും. ഇത് റീച്ച് വരുന്നുണ്ടല്ലോ, നല്ല കമന്റ് വരുന്ന സമയത്ത്, നല്ല നല്ല ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരു മോട്ടിവേഷന്റെ പുറത്ത് കൂടുതലായിട്ട് ചാനൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോ വൈറൽ ആകുന്നത്, അപ്പോൾ നമ്മൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് പല ആളുകളും കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ചാനൽ സേഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈവൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ചാനലിന്റെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ നമ്മളുടെ ചാനൽ റെഗുലർ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചാനൽ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ അത് എങ്ങനെ മാറ്റണം, അത് മാറ്റിയാലുള്ള ബെനിഫിറ്റ്, മാറ്റിയതിന് ശേഷം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വിഷയത്തിനാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തിന് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ടിന് ആക്സസ് കൊടുക്കാൻ വേണ്ടി മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു. ആ പാസ്വേഡ് മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ആൾക്ക് പേടിയാവുകയാണ്, ഇത് ചാനൽ നഷ്ടപ്പെട്ടു പോവോ, അവന് അറിയുന്ന ആളാണ്, പക്ഷെ അവൻ എന്തൊക്കെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയില്ലല്ലോ, അഥവാ അതിലൂടെ എന്റെ ചാനൽ ഹാക്കായി പോകുമോ ഇല്ലയോ, അത്യാവശ്യം റീച്ചുള്ള ഒരു ചാനലാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കരുതിയത് എന്തായാലും മുമ്പ് ചെയ്ത വിഷയം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മളുടെ ചാനലിന് ആക്സസ് കൊടുത്താൽ മതി. നമ്മളൊരു കൂട്ടുകാരന് നമ്മളുടെ ഒരു ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് കൊടുത്താൽ മാത്രം മതി. മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാനേജർ ആക്സസ് കൊടുക്കുന്ന, അവൻ അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവിടുന്ന് ലൈവ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെയാണ് നമുക്ക് ബ്രാൻഡ് അക്കൗണ്ട് ആക്കി കഴിഞ്ഞാലുള്ള ഓപ്ഷന്. അപ്പൊ നമ്മളൊരു നോർമൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇതിപ്പോ ഒരു നോർമൽ അക്കൗണ്ട് ആണ്, ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഇങ്ങനെ ഒരു മെയിൽ ഐ ഡി നമ്മൾ നോർമൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നോർമൽ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇടയിൽ ഒരു കാര്യം പറയാണ്, നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. താഴെ വന്നു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും, അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റ് ആയി പോകും, പെർമനന്റ്ലി ഡിലീറ്റ് ആയി പോകും. അങ്ങനെയാവുമ്പോൾ ചാനൽ തന്നെ നഷ്ടപ്പെടും. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് കണ്ട് കഴിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ചാനൽ നിങ്ങൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് പറയുന്നത്, ഇപ്പൊ ഇതൊരു നോർമൽ അക്കൗണ്ട് ആണ്. ഈ നോർമൽ അക്കൗണ്ടിൽ നിങ്ങൾ സെറ്റിംഗ്സ് എടുത്താൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെർമിഷൻസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേറൊരാൾക്ക് ആക്സസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം എന്റെ ഈ ഇമെയിൽ ഐ ഡിയിൽ ഇവിടെ ഓണർ ആക്സസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു മെയിൽ ഐ ഡി കൊടുക്കുക. അവിടെ ആക്സസ് എന്താണോ വേണ്ടത്, മാനേജർ, എഡിറ്റർ, അതുപോലെ വ്യൂവർ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഓപ്ഷൻസ് കൊടുക്കുക. പക്ഷെ ഇവിടെ എല്ലാ ഒരു പ്രശ്നം എന്താണെന്ന് കരുതിയാല് നമ്മളൊരു മാനേജർ ആക്സസ് കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ മാനേജർ ആക്സസ് കിട്ടി. ഇപ്പൊ നമ്മളൊരു എഡിറ്റർ ഉണ്ട്, ആ എഡിറ്റർക്ക് നമ്മളെ വീഡിയോ എഡിറ്റിംഗ് കാര്യമൊക്കെ ചെയ്യുന്ന നേരം അവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് കൊടുക്കുന്നത്. അവർക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാല് അവർ അത് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആക്സസുകൾ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഫേസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ആക്കിയതിന് ശേഷം മാനേജർ ആക്സസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഓരോന്നും കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ചാനലിൽ ബ്രാൻഡ് അക്കൗണ്ടിലല്ല, നോർമൽ അക്കൗണ്ടിലാണ്. നോർമൽ അക്കൗണ്ടിൽ ആയതുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ വരുന്നത്. ബ്രാൻഡ് അക്കൗണ്ടിലാണെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കില്ല വരുന്നുണ്ടാവുക. ഞാൻ എങ്ങനെയായിരിക്കും ഇന്റർഫേസ് വരിക എന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും ഒരു ബ്രാൻഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വരുന്നുണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചാനലിനെ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ബ്രാൻഡ് അക്കൗണ്ട് മാറ്റുന്നത് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ അത് മാറ്റിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ചാനൽ സേഫ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ചാനൽ ഓപ്പൺ ചെയ്താൽ യൂട്യൂബ് സ്റ്റുഡിയോ ഇതായിരിക്കും ഇന്റർഫേസ് ഉണ്ടാവുക. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഒന്നും മിസ്റ്റേക്ക് വരുത്തി പോകരുത്. വരുത്തി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ബ്രാൻഡ് അക്കൗണ്ടിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് ബ്രാൻഡ് അക്കൗണ്ട് അല്ല, നോർമൽ അക്കൗണ്ട് ആണുള്ളത്. ഇത് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡ് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുന്നത്. യുവർ ചാനലിലേക്ക് വരിക. യുവർ ചാനൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഈ ചാനലിന്റെ ഇന്റർഫേസിലേക്കാണ് എത്തിയിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാനലിന്റെ നെയിം ഒന്ന് കോപ്പി ചെയ്യുന്നത്. കോപ്പി ചെയ്ത് വെച്ചു. കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം നേരെ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരുപാട് യുവർ ചാനൽ, പർച്ചേസ് ആൻഡ് മെമ്പർഷിപ്പ്, അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ, സ്വിച്ച് അക്കൗണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഓപ്ഷൻസ് കിട്ടും. ഇവിടെ താഴേക്ക് വന്നിട്ട് സെറ്റിംഗ്സ് ഉണ്ടാവും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് സെക്ഷനിലാണ് വരുന്നത്. അക്കൗണ്ട് സെക്ഷനിൽ നമ്മുടെ ചാനലുണ്ട്, ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ക്രിയേറ്റ് എ ന്യൂ ചാനൽ, പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രൂപത്തിലാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ ചാനൽ കൊടുക്കുക. ക്രിയേറ്റ് എ ന്യൂ ചാനൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇന്റർഫേസ് കിട്ടും. ഇവിടെ നമ്മൾ നമ്മുടെ ചാനലിന്റെ നെയിം കൊടുക്കണം. ഈ ചാനൽ ഇപ്പം ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി അടുത്തൊരു അക്കൗണ്ട് ബ്രാൻഡ് അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ നേരത്തെ ഉള്ള 1000 2000 സബ്സ്ക്രൈബേഴ്സ് എത്രയാണോ ഉള്ളത് ആ ചാനലിനെ നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ നെയിം ഞാൻ ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെ ചോദിക്കേണ്ടത് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ആം ക്രിയേറ്റിംഗ് എ ന്യൂ ഗൂഗിൾ അക്കൗണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇത് ചോദിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഇത് ക്രിയേറ്റ് കൊടുക്കുന്ന സമയത്ത് പുതുതായിട്ട് ഒരു ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയി വരികയാണ്. ഇത് ക്രിയേറ്റ് ആയിട്ട് നേരെ നമ്മൾ ഓപ്പൺ ആയി വരുന്നത് പുതിയ ചാനലിലേക്കാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നേരെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ള മെയിൻ ചാനൽ ഒന്ന്, രണ്ടാമത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനൽ. അപ്പോൾ ഒന്നാമത്തെ ചാനലിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടാമത്തതിലേക്ക് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒന്നാമത്തതിലല്ല രണ്ടാമത്തതിലല്ല, അതായത് ബ്രാൻഡ് അക്കൗണ്ടിലല്ല. അത് നോർമൽ അക്കൗണ്ട് വേറെ ഉണ്ട്, മെയിൻ അക്കൗണ്ട്. മെയിൻ അക്കൗണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള. ഇപ്പോൾ എന്റെ ഈ മെയിൻ അക്കൗണ്ടിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് പറയുന്നത് 6 സബ്സ്ക്രൈബേഴ്സ് ആണ് മെയിൻ അക്കൗണ്ടിൽ വരുന്നത്. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 0 സബ്സ്ക്രൈബേഴ്സ്, നോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത് ഇപ്പൊ നമ്മൾ ഏതിലുള്ളത് നോക്കാം. യൂട്യൂബിൽ നേരെ റൈറ്റ് സൈഡിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് കിട്ടും. സ്വിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചാനലിലാണോ ഉള്ളത് അതിന് നേരെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലാണ് ടിക്ക് മാർക്ക് ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്യാം. ഇനി അഥവാ മറ്റേതിലാണ് ഉള്ളതെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലേക്ക് വന്നിട്ട് നമ്മൾ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മുകളിൽ വീണ്ടും പോയിട്ട് ക്ലിക്ക് ചെയ്ത് താഴെ സെറ്റിംഗ്സ് വീണ്ടും ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ട് സെക്ഷൻ ആണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക.
ഇവിടെ നമ്മൾ താഴെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലേക്ക് പോകുന്നു. അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസർ ഐ ഡി ഉണ്ടാവും, ചാനൽ ഐ ഡി ഉണ്ടാവും, ഡിഫോൾട്ട് ചാനൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സെക്ഷൻ ഉണ്ടാവും. അവിടെ കാണാം മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. മൂവ് ചാനൽ ടു എ ബ്രാൻഡ് അക്കൗണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലുള്ള നേരത്തെ ചാനലുള്ള ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ഫീച്ചറിലേക്ക് പോകേണ്ടത്. മറ്റേ ഓപ്ഷനിൽ നമുക്ക് ഇതേ സെയിം ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ മെയിൻ അക്കൗണ്ട് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഈ ഓപ്ഷനിൽ പോകണത്. എന്നിട്ട് മൂവ് ചാനൽ ടു ബ്രാൻഡ് അക്കൗണ്ട്, ഈ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നേരം നമുക്ക് ഇതിന്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വേണ്ടി അപ്പോൾ ഞാൻ എന്റെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് OTP വരുന്നതാണ്. ഈ OTP വരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെരിഫൈഡ് ആക്കി കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ മൂവ് ചാനൽ ടു ബ്രാൻഡ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഞാൻ പാസ്വേഡ് കൊടുത്തു, പാസ്വേഡ് കൊടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്ന് ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്ത നമ്മളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്താലേ നമുക്ക് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറാൻ പറ്റും. അത് സേഫ് ആണെന്ന് അർത്ഥം. അങ്ങനെ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വീണ്ടും വരുന്നത്. മൂവ് യുവർ ചാനൽ ടു എ ഡിഫറെന്റ് അക്കൗണ്ട്. എന്നിട്ട് യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 6 സബ്സ്ക്രൈബേഴ്സ് ഉള്ള 4 വീഡിയോസ് ഉണ്ട്, 1 പ്ലേലിസ്റ്റ് ഉണ്ട്. അതായിരുന്നു നമ്മുടെ ചാനൽ. എന്നിട്ട് ചൂസ് ആൻ അക്കൗണ്ട് ടു മൂവ് ദിസ് ചാനൽ ടു. എന്നിട്ട് പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനൽ താഴെ കാണാൻ പറ്റും. ആൾറെഡി ഹാവ് എ യൂട്യൂബ് ചാനൽ, അതിൽ യൂട്യൂബ് ചാനൽ മാത്രമാണുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് റീപ്ലേസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. റീപ്ലേസ് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ കാണിക്കുക ഡിലീറ്റ് ദിസ് ചാനൽ എന്നുള്ളത്. ഇവിടെയാണ് പലപ്പോഴും എല്ലാവരും പേടിക്കാറുള്ളത്. പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങളൊരു ചാനലിൽ ഫസ്റ്റ് ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യണം. അല്ലാതെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല, നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുക. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യാതെ എടുത്ത് ചാടിയിട്ട് ചാനൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ ഡിലീറ്റ് ചാനൽ ചോദിക്കും. ഡിലീറ്റ് ദിസ് ചാനൽ ചോദിക്കുന്ന നേരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് ദ ഫോളോയിങ് വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റഡ് ദ ചാനൽ ഇൻക്ലൂഡിംഗ് വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ്. അതായത് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം, അതായത് ആ ചാനലിൽ നിന്ന് നമ്മൾ വേറെ ആർക്കെങ്കിലും കമന്റ് റീപ്ലൈ കൊടുത്തത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കമന്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഡിലീറ്റ് ആകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെ ഐ അണ്ടർസ്റ്റുഡ് ആൻഡ് വിഷ് ടു പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് ചാനൽ കൊടുക്കുക. ഇപ്പൊ ഡിലീറ്റ് ആവുന്നത് നമ്മളെ മെയിൻ അക്കൗണ്ട് അല്ല, നമ്മളുടെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഡിലീറ്റ് ആവുന്നത്. അവിടെ നമ്മൾ ഡിലീറ്റ് ചാനൽ കൊടുക്കുന്നത്. അതിനുശേഷം ചാനൽ ആഫ്റ്റർ മൂവ്, പുതുതായിട്ട് നമ്മൾ ചാനൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ചേഞ്ചസ് ദാറ്റ് വിൽ ടേക്ക് പ്ലേസ് ഓൺ മൂവിങ്. അതായത് നമ്മൾ ചാനൽ മാറ്റി കഴിഞ്ഞേരം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ചാനൽ ഐക്കൺ എന്തായിരിക്കും, മാറോ ഇല്ലേ, അതുപോലെ തന്നെ നമ്മളുടെ URL മാറോ ഇല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ചില സാഹചര്യങ്ങളിൽ മുമ്പെല്ലാം നമ്മൾ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിൽ മാറി കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ചർ ചിലപ്പോൾ പോകാറുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചർ രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാറാണ്. ഇപ്പോൾ നോർമലി ബ്രാൻഡ് അക്കൗണ്ടിൽ മാറുന്നേരം പ്രൊഫൈൽ പിക്ചറും മാറി വരുന്നുണ്ട്. രണ്ടാമത് നമ്മളെ URL നഷ്ടപ്പെടുന്നുണ്ട്. URL നഷ്ടപ്പെട്ട് വിചാരിച്ച് പേടിക്കേണ്ടതില്ല, നമുക്ക് രണ്ടാമത് റീഅപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് URL. ഇനി മൂന്നാമത് പറയുന്നത് നമ്മൾ കമന്റ് കൊടുത്തിട്ടുള്ളത് പോകും എന്നുള്ളതാണ്. അത് പോകും. ഇപ്പോൾ നമ്മളെ ചാനലാണ് നമുക്ക് ആവശ്യം. ചാനൽ സേഫ് ആക്കണമെങ്കിൽ ചാനൽ എന്തായാലും ബ്രാൻഡ് അക്കൗണ്ട് മാറ്റണം. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്ന നേരം അതിൽ വിഷമമൊന്നും വിചാരിക്കേണ്ട. ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലാക്കിയിട്ട് നമ്മൾ സേഫ് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മൂവ് ചാനൽ കൊടുക്കുക. മൂവ് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ ഇപ്പം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മാറിക്കഴിഞ്ഞോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കണമെങ്കിൽ നേരെ മുകളിൽ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് നോക്കുക. സ്വിച്ച് അക്കൗണ്ട് പോകുന്ന നേരം നമ്മളുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ചാനൽ മുകളിൽ കാണിക്കുന്നുണ്ട്. താഴെയായിട്ട് ഉനൈസ് സാമ്പിൾ എന്നുള്ളതിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണിക്കും. ഒന്നാമത്തതിൽ നോ ചാനൽ ആണ്, രണ്ടാമത്തത് 6 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് അതിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഓപ്പൺ ആയി വരുന്ന ഈ ഇന്റർഫേസ്. ഇതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന നേരം നമ്മളുടെ അതിലുണ്ടായിരുന്ന വീഡിയോസും സബ്സ്ക്രൈബേഴ്സും എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കാണാം, 6 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഇനി യൂട്യൂബ് ചാനലിൽ നമ്മൾ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി മാറ്റിയതിന്റെ ശേഷമാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതും കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, മെയിൽ ID ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ചാനലുകളെല്ലാം നമുക്ക് സേഫ് ആക്കി വെക്കണം. ഇപ്പൊ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഫയലുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർ പല
വെബ്സൈറ്റുകളും ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എവിടെന്നെങ്കിലും നമ്മളെ മെയിലിലേക്ക് എന്തെങ്കിലും ഹാക്കേഴ്സ് കയറിപ്പെടണ്ട എന്ന് കരുതിയിട്ട് നല്ലത് നിങ്ങളുടെ ചാനലിന് ഞാനൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം പറഞ്ഞുതരാം. നമ്മളുടെ ചാനലിന്റെ മെയിൽ ID നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ അത് പ്രൈമറി ഓണർ ആക്കി വെക്കും. ആ പ്രൈമറി ഓണർ എവിടെയും ലോഗിൻ ചെയ്യുന്നില്ല, ഈ ഫോണുകളിലൊന്നും ലോഗിൻ ചെയ്യുന്നില്ല. നമ്മൾ അത് ലോഗിൻ ചെയ്യാതെ ഇട്ടിട്ട് അത് മാറ്റി സേഫ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഒരു മെയിൽ ID എന്ന് പറയുന്നത് ഓണർ ആക്സസ് ഉള്ള മെയിൽ ID ആണ്. ഈ ഓണർ ആക്സസ് ഉള്ളത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളിലോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് ആ മെയിൽ ID നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ലോഗിൻ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ മാനേജർ ആക്സസ് സെറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും എഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് ആ മാനേജർ ആക്സസിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇനി വൺസ് അഥവാ ഹാക്ക് ചെയ്യപ്പെടുക എന്തെങ്കിലും ചെയ്തു ഈ മാനേജർ ആക്സസ് ഉള്ളത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കയറി ഓണർ ആക്സസ് ഉള്ളതിൽ കയറിയിട്ട് മാനേജർ ആക്സസിനെ നമുക്ക് ഒഴിവാക്കാം, റിമൂവ് ചെയ്യാം. അപ്പോൾ ചാനൽ സേഫ് ആക്കി മാറ്റും. ഇനി അഥവാ ഓണർ ആക്സസ് ഉള്ളതിനാണ് മെയിൽ ID നമുക്ക് ഹാക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ പ്രൈമറി ഓണർ ഉള്ളതിൽ കയറിയിട്ട് ഓണർ ആക്സസ് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ മെയിൽ IDകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ മെയിൽ IDകളിലേക്ക് ആക്സസ് സെറ്റ് ചെയ്യണം. ഇനി ആക്സസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻസിലേക്ക് പോവാം. നേരത്തെ പെർമിഷൻസിൽ നമ്മൾ കാണുന്ന സമയത്ത് മൂവ് പെർമിഷന് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അവിടെ തന്നെ കാണിച്ചിരുന്നു എന്തൊക്കെയാണ് പെർമിഷൻ ആരൊക്കെയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് മൂവ് പെർമിഷൻ കിട്ടും. ഇവിടെ മൂവ് പെർമിഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്തൊരു ടാബിലായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് മാനേജ് പെർമിഷൻ എന്ന് തുടങ്ങിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ മാനേജ് പെർമിഷൻസ് എടുക്കുന്നത്, മാനേജ് പെർമിഷൻ എടുക്കുന്നേരം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതായത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ വന്നു. അവിടെ 26 പ്രസ് ചെയ്യാനുള്ളത് അത് ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വന്നു. ഇത് ചാനൽ ഓപ്പൺ ആയിട്ട് നമ്മളുടെ ബ്രാൻഡ് അക്കൗണ്ടിന്റെ പെർമിഷൻസ് മാനേജ് ചെയ്യുന്ന സെക്ഷൻ ഓപ്പൺ ആവുന്നത്. ഇവിടെ മാനേജ് പെർമിഷൻ ഉണ്ടാവും. മാനേജ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിന്റെ പ്രൈമറി ഓണർ ആയിട്ടുള്ളത് ആ മെയിൽ ID ആണ്. ആ മെയിൽ ID നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ആക്സസ് കൊടുക്കേണ്ടത് പ്ലസ് ഇൻവൈറ്റ് ന്യൂ യൂസർ കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ മെയിൽ IDയിലേക്കാണോ കൊടുക്കേണ്ടത് എന്നിട്ട് അതിന്റെ മെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് gmail.com എന്താണ് മെയിൽ ID മുഴുവനായിട്ട് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നേരം ഇവിടെ ലോഡായിട്ട് വരും. ആ ലോഡായി വരുന്നത് സെലക്ട് ചെയ്യുന്ന ചൂസ് റോള് ഓണറോ മാനേജറോ എന്നുള്ളത് കൊടുക്കുന്നത് അത് ഏതാണോ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻവൈറ്റ് കൊടുത്താൽ നേരെ അവർക്ക് ഒരു ആക്സസ് ഇൻവിറ്റേഷൻ വരും. അവരുടെ മെയിലിലേക്കാണ് വരുന്നുണ്ടാവും. ഏത് മെയിലാണ് നമ്മൾ കൊടുത്ത് ആ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. ആ മെയിൽ അവർ ഓപ്പൺ ചെയ്യുന്ന ആക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് അവരുടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ചാനൽ അവൈലബിൾ ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈവ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ചാനൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുക. എന്ത് സപ്പോർട്ടുകൾക്കും നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എന്ത് കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എനിവേ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്